വീട് വെക്കാൻ ചെറിയ ചെലവിൽ ഇതാ പ്രോഡക്റ്റ് വെറും 23 രൂപ മുതൽ ഇപ്പോഴും സെയിൽ ചെയ്യുന്നു അല്ലെ. അതാണ് ഞങ്ങൾ പറഞ്ഞ ചെങ്കലിനേക്കാൾ നമ്മളെ കല്ലിന് ഇരട്ടിക്കരുത്ത്. ഏകദേശം കണ്ണൂർ കല്ലിന്റെ ആ ടെമ്പർ നമ്മളെ കല്ലിന്റെയാണ്. നമ്മളൊരു ദിവസം ഏകദേശം എംബ്രിക്കന്നെ 2000 ചില്ലാനും പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പോഴും നമ്മളെ കട്ടക്ക് 11.2 12.2 ആവറേജ് കംപ്രസീവ് സ്ട്രെങ്ത് മാറ്റർ ലാബിലും പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലും വെച്ച് ചെക്ക് ചെയ്ത് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. പോണ്ടിച്ചേരി എയറോ വില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. വേൾഡിൽ തന്നെ എർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതിന്റെ പേര്. അവിടെ പോയിട്ട് മണ്ണിന്റെ ഗവേഷണമാണ്. അവിടെ പോയിട്ട് ഇതിന്റെ സയന്റിഫിക്കലി ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചിട്ടാണ് നമ്മളിത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ഫിനിഷിംഗ്. ഇത് 8 ഇഞ്ച് ആണല്ലോ. ഇത് 8 ഇഞ്ച് വിടുത്ത് 11 ഇഞ്ച് ലെങ്ത് ആണ്. ഹൈറ്റ് ഉള്ളത് 5 ഇഞ്ചാണ്. ഏകദേശം 550 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തോട്ടാണ് ഇത് പോകുന്നത്. ഇവിടുന്ന് പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന മണ്ണ് കണ്ടില്ലേ, ചെങ്കല്ലിന്റെ മണ്ണാണ്. വെട്ടുകല്ല് പിടിച്ചതാ. ഇതിന്റെ കൂടെ ചേരളും മണ്ണും മിക്സ് ആയിട്ടില്ല. അതെ, ആ സ്ട്രെങ്ത് കിട്ടും. കല്ലുകള് ഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. കട്ട് ചെയ്ത് വേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം ഇതുണ്ട്, അത്യാവശ്യം ഉറപ്പുണ്ട്. മേലിന് വാർപ്പിന്റെ മേലിന് കുറച്ച് ബാലൻസ് കല്ലുണ്ടായിരുന്നു, അതൊക്കെ താഴത്തേക്ക് കിട്ടതാ. ഇതുപോലുള്ള വീട് റെയിൽവേ ട്രാക്കിന് അടുത്ത് പണിയുമ്പോ മൺബ്രിക്കില് ചെയ്താൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ, ക്രാക്ക് വരുമെന്നുള്ള? ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഞാനത് മുന്നോട്ട് പോയത്. കല്ല് പൊട്ടിയിട്ടുണ്ട്, കല്ലാണത് ഈ മതില് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ വീട്ടില് നോക്കി ഈ മൺബ്രിക്സ് സെറ്റ് കിട്ടിയ അവിടെ ചെങ്കലിനായിട്ട് നമ്മൾ കമ്പയർ 10 ചെങ്കല് പഠിക്കുന്നത് ഒരു 40 പഠിക്കാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് മൺകട്ട വീണ്ടും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇന്ന് വീട് പണിയാൻ ഏറ്റവും ചെലവ് കുറഞ്ഞിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ ഈ കാണുന്ന മൺകട്ടയാണെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് പ്രൊഡക്റ്റുകൾ വീട് പണിയാനുണ്ട്. കല്ലുകളുണ്ട്, സിമെന്റ് കട്ടകളുണ്ട്, AC ബ്ലോക്കുകളുണ്ട്, പാനലുകളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും വെറും 35 രൂപ മുതൽ തുടങ്ങുന്ന ഇതുപോലുള്ള കട്ടകൾ വെച്ചിട്ട് ഇന്നിതാ ഒരുപാട് വീടുകൾ പണിതിരിക്കുകയാണ്. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളെ പേജിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഇനി വരാത്ത രീതിയിലുള്ള ഒരു വീഡിയോ കൂടി ആയിരിക്കുന്നത്. റെക്കോർഡ് ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ ദലീം മാലിക്. 3-4 വർഷം മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ഇത്ര വൈഡ് ആയിട്ട് പോകുമെന്ന് അറിയില്ലായിരുന്നു. ശബരി, നമസ്കാരം. നമസ്കാരം. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ മുമ്പ് ഫസൽക്കാരുടെ നേതൃത്വത്തിൽ ഇത് പരിചയപ്പെടുത്തിയിരുന്നു അല്ലേ, പറമ്പാടന്റെ. ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തു ഈ ഒരു പ്രോഡക്റ്റ്. ഇത്രയും ബഡ്ജറ്റ് കുറവില് മൺകട്ടകൾ ലഭിക്കുന്ന ഒരു സ്ഥാപനം കൂടി ആയിട്ടാണ് നമ്മൾ അന്ന് പറഞ്ഞത്. ഇപ്പൊ ഇത് സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. ഡൽഹിയിലെത്തിയോ? ഡൽഹി വരെ എത്തിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോഴും ആൾക്കാർക്ക് സംശയമായിരിക്കും ഇതുകൊണ്ട് വീട് പണിയാൻ പറ്റുമെന്ന്. ഇപ്പോഴും ആലോചിച്ചിരിക്കുന്ന ആൾക്കാർ ആലോചിച്ചിരിക്കട്ടെ അല്ലെ. ഇതിന്റെ സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലെ. എത്ര ഡെൻസിറ്റി വരെ നമുക്ക് കിട്ടി? നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിനെപ്പറ്റി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി നല്ല സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പോണ്ടിച്ചേരി എയറോ വില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. വേൾഡിൽ തന്നെ എർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതിന്റെ പേര്. അവിടെ പോയിട്ട് മണ്ണിന്റെ ഗവേഷണമാണ്. അവിടെ പോയിട്ട് ഇതിന്റെ സയന്റിഫിക്കലി ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചിട്ടാണ് നമ്മളിത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അവരെ ഒരു ഇതിലാണ് നമ്മൾ ഈ കമ്പനി റൺ ആവണത്. നമ്മൾ അവര് പറയുന്ന സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്, അവര് പറയുന്ന റേഷ്യോയിലാണ് കമ്പനി. നമുക്കൊരു ബാക്കിൽ ഇതിനൊരു സയന്റിഫിക്കലി സപ്പോർട്ട് നമുക്കൊരു നല്ലൊരു ടീം നമ്മളെ ബാക്കിലുണ്ട്. സിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സിമെന്റ് ആണ് അൾട്രാടെക്കിന്റെ OPC സിമെന്റ് ആണ്. ഇതിന്റെ ഒരു പറ്റി ധാരണ ഇല്ലാതെ ഇതിനെ പറ്റി കാര്യങ്ങൾ അറിയാതെ പല കമ്പനികളും ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇതിനെപ്പറ്റി നമുക്ക് ഈ സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. ഇപ്പോഴും നമ്മളെ കട്ടക്ക് 11.2 12.2 ആവറേജ് കംപ്രസീവ് സ്ട്രെങ്ത് മാറ്റർ ലാബിലും പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലും വെച്ച് ചെക്ക് ചെയ്ത് നമുക്കിപ്പോ കിട്ടുന്നുണ്ട്. അതാണ് ഞങ്ങൾ പറഞ്ഞ ചെങ്കലിനേക്കാൾ നമ്മളെ കല്ലിന് ഇരട്ടിക്കരുത്ത്. ഏകദേശം കണ്ണൂർ കല്ലിന്റെ ആ ടെമ്പർ നമ്മളിതൊക്കെ പറയുമ്പോ നിങ്ങൾ കമന്റിൽ നെഗറ്റീവ് അടിക്കും. പക്ഷെ നമ്മളിത് പല ടെസ്റ്റുകൾ JCB കയറ്റി ചെക്ക് ചെയ്തതാണ്. അതൊന്നും ഇനി ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മൾ ചെയ്ത വർക്കുകളുണ്ട്. കേരളം മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് പിന്നെ നമ്മളെ ഡൽഹി വരെ നമ്മളെ കല്ല് പോയിട്ടുണ്ട്. ഇനി ആ വർക്കുകൾ പറയും ഇതിന്റെ ക്വാളിറ്റി എന്താ അവര് പറയട്ടെ. ഇനി നമ്മള് JCB കയറ്റാനോ ഒന്നും നമ്മൾ നിൽക്കണ്ട. നമുക്ക് ആളുകളുടെ അഭിപ്രായം നമുക്കൊന്ന് ഒരു വർഷത്തോളം ആയല്ലോ, എന്താണ് ഈ പ്രൊഡക്റ്റിന്റെ അഭിപ്രായം നമുക്കൊന്ന് മാർക്കറ്റ് സ്റ്റഡി, ഒരു ഹോം സീരീസ് നമുക്ക് അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്.
ചെയ്യുന്നത്. പക്ഷെ JCB ആദ്യമായിട്ട് കയറ്റിയത് നമ്മളാന്നുള്ളത് JCB നമ്മളാണ് കേരളത്തിൽ ആദ്യമായിട്ട് JCB കയറ്റി ഫുൾ മൺബ്രിക്ക് നാല് ഇതിലും കയറ്റി വെച്ചത് നമ്മളാണ്. അതെ അതെ, ആ സ്ട്രോങ് ഉണ്ടായിരുന്നു. നമ്മളൊന്ന് ജസ്റ്റ് കാണിച്ചാൽ ബ്ലോക്കുകൾ ഇവിടെ ഒരുപാട് നിരത്തി ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മൾ മെഷീൻ കൊടുക്കുന്നത് അല്ലെ. ഇതിനാണ് നല്ല കംപ്രസ് ചെയ്ത് എടുക്കുന്നത്. ഇത് നമ്മളെ ടഫീന്റെ മെഷീനാണ്. ഏകദേശം ഒരു 30 ടണ്ണോളം പ്രഷർ കൊടുക്കുന്നുണ്ട്. നല്ല സ്ട്രെങ്ത് ആയിട്ടാണ് കല്ല് വരുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മണ്ണ് കണ്ടില്ലേ, ചെങ്കല്ലിന്റെ മണ്ണാണ്, വെട്ടുകല്ല് പിടിച്ചതാ. ഇതിന്റെ കൂടെ ചേരളും മണ്ണും മിക്സ് ആയിട്ടില്ല. അതെ, ആ സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, നമ്മള് കോൺക്രീറ്റ് ചെയ്യുന്ന അതേ ഒരു ഫീൽ. അതെ, കോൺക്രീറ്റിന്റെ ഒരു മിക്സ് ആണ് ഇതിൽ സത്യത്തില് നമ്മളെ പ്രൊഡക്റ്റിനുള്ളത്. ഓക്കെ, ഇതില് സിമെന്റും കൂടെ വരുന്നുണ്ട്. അതെ, സിമെന്റും കൂടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോ മണ്ണ് എന്ന് പറയുമ്പോ നമുക്ക് മണ്ണ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ടെൻഷൻ ഇല്ല. മണ്ണ് നമുക്ക് ഈ ഒരു യൂണിഫോം മണ്ണാണ് നമുക്കുള്ളത്. നമ്മള് ഒരു വെട്ടുകല്ലിന്റെ ബിസിനസ് ആയിരുന്നു നമുക്ക് ഒരു 10-20 കൊല്ലം. നമ്മുടെ കൂടെയുള്ള മുസവാക്ക, സാഹിൽക്കാക്കൊക്കെ അതിന്റെ ബിസിനസ് ആയിരുന്നു. അപ്പൊ അതിന്റെ വേസ്റ്റേജ് ആണ് മണ്ണ് കൊണ്ടുവരുന്ന നിങ്ങൾക്ക് കാണാം. ഇവിടെ തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ മണ്ണ് ക്രഷ് ചെയ്തിട്ട് ക്രഷറിലിട്ട് പൊടിച്ചു വരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലൊരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മണ്ണ് അത് നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കണം. മണ്ണ് എന്തിനു പൊടിക്കാൻ അവിടെ വലിയൊരു മെഷീന്, പിന്നെ ഇവിടെ ഒരു മെഷീന്, പിന്നെ അത് ക്ലിയർ ചെയ്ത് പോകുന്നു. എന്തിന് ഇത്രയും വലിയ സെറ്റപ്പ് ഒക്കെ? ഇതെന്തിനാ വെച്ചാൽ നമുക്കൊരു ബൾക്ക് പ്രൊഡക്ഷന് വേണ്ടിയാണ്. നമ്മളൊരു ദിവസം ഏകദേശം എംബ്രിക്കന്നെ 2000 ചില്ലാനം പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളിൽ കയറാം. ഈ മണ്ണുകളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇതിന്ന് ക്രഷ് ചെയ്ത് അതിനുശേഷം മിക്സ് ചെയ്യുന്നു അല്ലെ? മിക്സിംഗ് ആട്ടോ അവിടെ നടക്കുന്നത്. ഇതിനകത്താണ് നമ്മൾ സിമെന്റ് ആഡ് ചെയ്യുന്നത് അല്ലെ? സിമെന്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമ്മള് ലോക്ക് ബ്രിക്ക് ആണ്. ഇതാണ് നമ്മളെ പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത്. ഏകദേശം നമ്മള് ഇറക്കിയിട്ട് ഒരു കൊല്ലത്തോളായി. നിങ്ങള് ലാസ്റ്റ് വീഡിയോക്ക് ശേഷം ചെയ്തതാണ്. ഇതും നമുക്ക് എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഓറിയന്റഡ് ആയിട്ട് വീട് നിർമ്മിക്കാന് ചെയ്യാം. ഇതിപ്പോ 2 മെഷീനാണോ? 2 മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരേ സമയം. ഇതാണ് ലോക്ക് ബ്രിക്ക് എന്ന് പറഞ്ഞ ബ്രിക്ക് അല്ലെ? ഇത് 30 ടണ്ണാണ്. 30 ടണ്ണാണ്. ഇങ്ങനെ പൊടി വന്ന് ഇവിടുന്ന് കംപ്രസ് ചെയ്ത് ഒരേ സമയം 2 എണ്ണം ഇതൊന്നും വരും അല്ലെ? അതെ. ഓക്കെ, ഇതിനും മാറ്റർ ലെവലിൽ 11.2 ന്യൂട്ടൺ പെർ mm² ആവറേജ് കിട്ടിയതാണ്. ഇതാണ് ഇതിന്റെ ഒരു ഫിനിഷിംഗ്. ഇത് 8 ഇഞ്ച് ആണല്ലോ വിഡ്ത്. ഇത് 8 ഇഞ്ച് വിഡ്ത്, 11 ഇഞ്ച് ലെങ്ത് ആണ്. ഹൈറ്റ് ഉള്ളത് 5 ഇഞ്ചാണ്. ഓക്കെ, അതായത് ഇത് നമുക്ക് ഒരേ അളവിൽ പടുത്തുയർത്താം. ഇതിന് സിമെന്റ് വേറെ, സിമെന്റ് ചാന്ത് കൊടുക്കണ്ട, പടവില് വേറെ കൊടുക്കണ്ട, നേരെ അങ്ങ് പടുത്തു പോകാം. എക്സ്പോസ് ചെയ്ത് വെക്കണമെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് എക്സ്പോസ് ചെയ്യാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് കഫേകളും ഇതൊക്കെ ഇത് വെച്ചിട്ടാണ് അവര് ഒരു ഡിസൈൻ ചെയ്യുന്നത്. അതെ, അതിന് പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആർക്കിടെക്ട്മാർ ചൂസ് ചെയ്യുന്ന ഇതുപോലുള്ള പ്രൊഡക്റ്റ്. ഇങ്ങനെ വരുമ്പോ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അടിയത്തെ ഒരു ലൈന് മാത്രം സിമെന്റ് മതി, ബാക്കി കംപ്ലീറ്റ് നമുക്ക് ലോക്കിട്ട് വെക്കാം. നമുക്ക് 2 നില 3 നില 2 നില വീട് എന്തായാലും നമുക്ക് നമ്മളെ ബ്രിക്കേറ്റ് ചെയ്യാം. ഇതിലേക്ക് വേണ്ട സിമെന്റിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ കൊടുക്കുമല്ലോ അല്ലെ? അതെ, ഇതിന് വർക്കേഴ്സിനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. വർക്കേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട് പടുത്തുയർത്താൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ഇനിയിപ്പോ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു മൺകട്ട നമ്മൾ 35 രൂപ മുതൽ കൊടുത്തിരുന്നു. ഇന്നത്തെ റേഞ്ച് എങ്ങനെയാണ്? ഇന്നും നമ്മൾ അതേ രീതിയിലാണ് പോണത്. ഇപ്പൊ നിലവിൽ GSTന്റെ ഒരു ഇതുണ്ട്. GST ഇതിന് കുറഞ്ഞിട്ടില്ല. 12% ആണ്. സിമെന്റിന്റെ GST കുറഞ്ഞും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത മാർച്ച് വരെ പോയിട്ട് മാർച്ചിന് ശേഷം ചെറിയൊരു ഹൈക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിന് മുമ്പ് പെട്ടെന്ന് വാങ്ങേണ്ടവർ വാങ്ങിക്കോളിട്ടോ. 35 രൂപയ്ക്ക് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഇപ്പോഴും കിട്ടുന്നത്. അത് എംബ്രിക്ക് 35 രൂപയ്ക്കാണ് ഇപ്പൊ നിലവിൽ സെൽ ചെയ്ത് കൊടുക്കുന്നത്. ഇത് 27 രൂപ. 27 രൂപ അതിലും കുറവാണ്. 5.8.1 സൈസാണ്. വെറും 27 രൂപക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. വീട് ഈസി ആയിട്ട് പടുത്തുയർത്താം, ചെറിയ ബഡ്ജറ്റിൽ പടുത്തുയർത്താം. ഇനി നിങ്ങൾ വീട് ഉണ്ടാക്കാതിരിക്കാനുള്ള ടെൻഷൻ വേണ്ട. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതൊക്കെ ചെയ്ത വീടുകൾ സന്ദർശിക്കാൻ ഈ ചെയ്ത വർക്കുകളും ഉണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇത് നമുക്ക് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നുള്ള ആളുകൾ. ഇപ്പൊ നമുക്ക് മൂവിങ് ഉണ്ട് ഇവിടെ കേരളത്തിൽ ഒരുപാട് വീടുകൾ. നമുക്ക് ഇന്ന് ഒരു വീട് പോയി കാണിച്ചു കൊടുക്കാം, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കാം. അപ്പൊ അതിനടുക്ക് ഒരു കാര്യം കൂടി, അവിടെ വലിയ ലോറിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു, അപ്പുറത്ത് കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്താ, എങ്ങോട്ടുള്ളതൊക്കെ? ഇത് തമിഴ്നാട് വേളാങ്കണ്ണിയിലേക്കാണ്. ഏകദേശം 550 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തോട്ടാണ് ഇത് പോകുന്നത്. ഇവിടുന്ന് പോകുന്നത്. ഇനി അപ്പുറത്തുണ്ടല്ലോ ലോഡ്. അപ്പോ ഇതൊരു വലിയ ഫാക്ടറി, ഒരു വേറെ ലെവലായി മാറിട്ടോ. ഒരേ സമയം ഇത്രയും പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ലെവലായി.
വീട് വെക്കാൻ ചെറിയ ചെലവിൽ ഇതാ പ്രോഡക്റ്റ് വെറും 23 രൂപ മുതൽ ഇപ്പോഴും സെയിൽ ചെയ്യുന്നു അല്ലെ? 23 സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ്. 5-6-11 സൈസ്. ഓക്കെ, ഇതുകൊണ്ടും വീട് പണിയാം. ഇനിയിപ്പോ ഇതിന്റെ മേലേക്ക് ഏതൊക്കെ സൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്? 5-8-11 ഉണ്ട്, 8-6-12 എംബ്രിക്കും ഉണ്ട്. ഇവന് ടെൻഷൻ ഇല്ല. അനീസിന്റെ വീട് കാണാനാ വന്നിരിക്കുന്നത്. ഫുള്ള് ക്ലാസിക്കിന്റെ മൺബ്രിക്ക് ആണ് ഉപയോഗിച്ചത് അല്ലേ? ഇവിടൊക്കെ നല്ല ചെങ്കല്ല് കിട്ടുമല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ മൺബ്രിക്ക് ഉപയോഗിച്ചെന്ന് ചോദിക്കാൻ പറ്റില്ല, ആൾക്കാർ ചോദിച്ചോണ്ടിരിക്കും. അല്ല, ഇതാവുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇനി തേപ്പിനാണെങ്കിലും ഒക്കെ കുറച്ചും കൂടെ ഈസിയാണ്. പിന്നെ അതേപോലെ കല്ലാള് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. കുറെ കട്ട് ചെയ്ത് വേസ്റ്റ് ഉണ്ടാവില്ല. അതേപോലെ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഉറപ്പിന്റെ കാര്യം നോക്കാന്ന് വെച്ചാൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ എടുത്തത്. ഏത് കല്ലും പൊട്ടി കിടക്കണ കാണൂല. ഒന്നും പൊട്ടി കിടക്കണ കാണൂല. അത്യാവശ്യം ഇതുണ്ട്, അത്യാവശ്യം ഉറപ്പുണ്ട്. ഞങ്ങളിപ്പോ മേലിന് വാർപ്പിന്റെ മേലിന് കുറച്ച് ബാലൻസ് കല്ലുണ്ടായിരുന്നു, അതൊക്കെ താഴത്തേക്ക് ഇട്ടതാ. താഴത്തേക്ക് ഇട്ടത്. ഒരു കുഴപ്പമില്ല, ടെൻഷൻ ഇല്ല. പിന്നെ റേറ്റ് വെച്ച് നോക്കുമ്പോ ചെങ്കല്ലിന്റെ റേറ്റ് ഇപ്പൊ നല്ല കൂടി വരിക. അത് വെച്ച് നോക്കുമ്പോ കുറവ് തന്നെയാണല്ലോ അല്ലെ? കുറവ് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു 2 നില വീടാണ്. മേലേക്കൊക്കെ എന്താ വെച്ചാല് ചെങ്കല്ലിന്റെ ഒരു സൈസ് കുറച്ച് ഒരു ഇഞ്ച് കമ്മി ഉണ്ടാവും. ഇതിപ്പോ 8 ഇഞ്ച് വീതിയിലാണല്ലോ നിങ്ങൾ പഠിച്ചത് അല്ലെ? 8 ഇഞ്ച് വീതിയിലാണ് ഇതൊക്കെ വീതിയിലാണ് പഠിത്തിക്കണ്ടോ, സ്ട്രോങ് നമുക്ക് ഇതാവാൻ വേണ്ടിട്ട്. അതെ, ആൾക്കാർക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവും. 6 ഇഞ്ച് പഠിക്കണോലുണ്ട്, 6 ഇഞ്ച് പഠിക്കണോലുണ്ട്. എന്നോട് അന്ന പോലൊക്കെ പറഞ്ഞത് 6 ഇഞ്ചിൽ പഠിക്കാന്ന്. പക്ഷെ ഞാന് 8 ഇഞ്ചിൽ പഠിച്ചല്ലേ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെയ്തു. ഓക്കെ, അപ്പൊ 2 നില മൊത്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഈ തേച്ചാ മതി. തേക്കുണ്ടോ? തേക്കാതെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉൾഭാഗം ഞാൻ ഇല്ല, ഒന്നെങ്കിൽ ഫസ്റ്റ് ചെയ്യുമ്പോ തന്നെ തേക്കാത്ത രീതിയിൽ നമ്മൾ ഓൾറെഡി തീരുമാനം എടുക്കണം. പടവ് അതിനനുസരിച്ച് കുറച്ചും കൂടെ ക്ലിയർ ആക്കി കൊണ്ടുപോകും. ഞാൻ തേക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പടവ് ചെയ്യിപ്പിച്ചത്. ഓക്കെ, പടവ് തേപ്പ് കുറച്ചുകൂടി സ്ലിം ആയിട്ട് ചെയ്യാല്ലേ? ചെറിയ കാലത്തിൽ ചെയ്യാം. കല്ലാവുമ്പോ കയമൊക്കെ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഉഷാറാണ്. ഓക്കെ, താങ്ക് യു. കൽപ്പകഞ്ചേരിയിൽ കടങ്ങാത്തകുണ്ടിലുള്ള ജാഫർ സാറിന്റെ വീടിന്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജോമാനാണ് കൂടുതൽ. ജോമാൻ, നമസ്കാരം. ഇത്രയും വലിയ വീട് എന്ന് പറയുമ്പോൾ ഏകദേശം 14,000 സ്ക്വയർ ഫീറ്റ്, 14,000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്നുണ്ട്. ഇതില് ഫുള്ളായിട്ട് എംബ്രിക്ക് ആണ് ഇപ്പൊ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മൺകട്ട അല്ലെ? നമ്മളെ മൺബ്രിക്ക് ഇത് ഇത്രയും വലിയ വീടിന് പറ്റുമോ എന്ന് പലർക്കും ഒരു ആശങ്ക ഉണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങൾ ഇതിൽ ചെക്ക് ചെയ്തിട്ട്? സാധാരണ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചലഞ്ചിങ് ആണ് ശരിക്കും മൺബ്രിക്സ്. കാരണം നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരു വർഷത്തോളം നമ്മൾ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇതിനെ പറ്റിയിട്ട് അറിയില്ല. അതിനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കും, സ്ട്രെങ്ത് ഉൾപ്പെടെ. അപ്പൊ നമ്മൾ തന്നെ ഇവരുടെ അവിടെ പോയി നമ്മൾ അതിനൊരു 4 ബ്രിക്സ് കൊടുത്ത് നമ്മൾ തന്നെ ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഓക്കെ പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തത്. ക്ലാസിക് മൺബ്രിക്ക് ആണ് നമ്മളോട്. അതെ, നമ്മൾ 3-4 സ്ഥലത്ത് പോയിരുന്നു. പക്ഷെ നമ്മള് കുറച്ചുകൂടി സ്ട്രെങ്ത് അച്ചീവ് ചെയ്ത് അവരെന്നെ പല ബ്രിക്കുകൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതെ, അവര് തന്നെ കുറെ ലോറിങ് കയറ്റിട്ടൊക്കെ നമ്മളിപ്പോ അതെ നമ്മള് കണ്ടിരുന്നു. 14,000 സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു വീട് ആർക്കിടെക്ട് ആരാണ്? ഓക്കെ, അവരുടെ ഒരു പ്രൊജക്ട് കൂടാണ്. അതിന്റെ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാട്ടർ ബോഡി ഒക്കെ വരുന്നുണ്ട്. അതെ, ഓക്കെ. പിന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ ഒക്കെ ചെക്ക് ചെയ്തു. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മള് ബ്രഹ്മിലിട്ട് നോക്കിയിട്ട് 1 മന്തോ ഫുള്ളായിട്ട് നമ്മൾ ഈ കോൺക്രീറ്റ് ട്യൂബ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ 1 മന്ത് അപ്പൊ അതിനുശേഷം നമ്മള് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. സെന്റർ കട്ട് ചെയ്തപ്പോ ബ്രേക്ക് ചെയ്തപ്പോ വാട്ടർ അബ്സോർപ്ഷൻ ഉള്ളിലേക്ക് വന്നിട്ടില്ല. ഇല്ല. നമ്മള് പല വീഡിയോയിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചപ്പോ പല ആൾക്കാർ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന വിഷയം. അത് സോൾവ് ആയി. അതിനെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ കംപ്രസീവ് ഓക്കെയാണ് അച്ചീവ് ആയിരിക്കും. പിന്നെ നമുക്ക് ആർക്കിടെക്ട് ടീമിന്റെന്നായാലും അപ്രൂവൽ കോൺട്രാക്ടർ സൈഡിൽ നല്ല സപ്പോർട്ട്. കോൺട്രാക്ടർ നമ്മുടെ DLC എന്ന് പറഞ്ഞ കമ്പനി. അതെല്ലാവരും അപ്രൂവ് ആയി, എല്ലാവരും ഈ ലെവലിലായി. നമ്മളും ഹാപ്പിയാണ്, ക്ലയന്റ് ഹാപ്പി. ഓക്കെ, താങ്ക് യു. മൺബ്രിക്കിൽ ചെയ്ത 2,400 സ്ക്വയർ ഫീറ്റുള്ള വീട് അത് കാണാനാ വന്നിരിക്കുന്നത്. കൂടെയുള്ളത് ഹൗസ് ഓണർ ആണ് അനിൽ വാര്യത്ത് അല്ലേ? ഇദ്ദേഹത്തിന്റെ വീടാണ്. ഒരു വ്യത്യസ്തമായ രീതിയിൽ ത്രികോണാകൃതിയിൽ നിർമ്മിച്ചതെന്നൊക്കെ പറയാലോ, അതാണ് ഇവിടെ കാണുന്നത്. ഇതുപോലുള്ള വീട് റെയിൽവേ ട്രാക്കിന് അടുത്ത് പണിയുമ്പോൾ മൺബ്രിക്കിൽ ചെയ്താൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ, ക്രാക്ക് വരുമോ എന്നുള്ള? ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ അതിന് മുന്നോട്ട് പോയത്. പക്ഷേ എനിക്കിതുവരെ ഒരു ക്രാക്ക് പോലും ഉണ്ടായിട്ടില്ല. അത്രയും അടുത്താണ്, നിയറസ്റ്റ് ആണ്. കണ്ടില്ലേ, വളരെ അടുത്താണ്. എനിക്കൊന്നും. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രം ഈ ഭാഗത്ത്
ഈ ഹോളോ ബ്രിക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ ഞാനൊരു ബസ് ഓടിയിട്ടുമായിട്ട് ബാംഗ്ലൂരായിരുന്നു. ആ സമയത്ത് സാധനം അടുത്ത പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഒരു ഭാഗം മാത്രം, ഈ 2 പില്ലർ അതിൽ മാത്രം ഒരു ക്രാക്ക് കാണും. വേറെ എവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത് പിന്നെ ഇതല്ല, ACC ബ്ലോക്കാണ്. ഉപയോഗിച്ചത് കല്ല് പൊട്ടിയിട്ടുണ്ട്. കല്ലാണിത്. ഈ മതില് പൊട്ടിയിട്ടുണ്ട്. അത് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ വീട്ടില് നിങ്ങൾ നോക്കി ഈ മൺബ്രിക്സ് ആയിട്ട് കിട്ടിയ എവിടെയും ഉണ്ടാവില്ല അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ പറയാം. പക്ഷെ സാധാരണ എല്ലാവർക്കും അത് പെട്ടെന്ന് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മണ്ണുകൊണ്ടുള്ള പ്രൊഡക്റ്റ് ആണ്, അങ്ങനെ അത്ര ഉണ്ടാവുന്നത്. ഇപ്പോൾ റെയിൽവേ ട്രാക്ക് പറഞ്ഞാൽ എത്ര ട്രെയിൻ പോകുന്നില്ല ദിവസം? അത് എണ്ണാറില്ല. എന്തായാലും ഒരു 15 മിനിറ്റ്സിൽ ഗ്യാപ്പിൽ എന്തായാലും ഡബിൾ ട്രാക്ക് ആണ്. അത്രയും ട്രെയിനുകൾ പാസ് ചെയ്യുന്നുണ്ട്. തിരൂരാട്ടോ നമ്മളുള്ളത്. അപ്പോൾ ഹാപ്പിയാണ് ഈ പ്രൊഡക്റ്റ് 100%. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിന് ഇപ്പം ഇന്ന് വീടിന് കുറ്റിയടിക്കണം യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവനും ഇപ്പം ഇന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, സജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ പേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്ലാസ്റ്ററിങ് ആയാലും ഇതൊക്കെ നമുക്ക് ഒരുപാട് ലാഭമാണ്. ഒരുപാട് ഫാസ്റ്റാണ്. അത് കരാർ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്ററിങ്ങിന് അവർ വന്നപ്പോൾ 15 ലോഡ് മണൽ, ഒരു 3 ലോഡ് പിന്നെ എംസാൻഡ്. എനിക്കാകെ 7 ലോഡ് അടിച്ചിട്ട് മണലും 1 ലോഡ് എംസാൻഡും അടിച്ചിട്ട് സാധനം ബാലൻസ് വൈൻ ചെയ്ത് മേളിൽ പാരപ്പറ്റ മുതലെല്ലാം ടോപ്പ് വരെ പരത്തൽ കഴിഞ്ഞിട്ട് ബാലൻസായി. ഒരുപാട് മെറ്റീരിയൽ ലാഭമാണ്. പിന്നെ അതിനൊക്കെ ഉപരി നമുക്ക് 8-8-16 കല്ലുള്ളത് 8-6-12 8-8-12 അതുകൊണ്ട് റൂമിൻ്റെ സ്പേസ് എന്തായാലും ആ 2 ഇഞ്ച് ഒരു റൂമിൻ്റെ എല്ലാ ഭിത്തിയിലും നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയാണ്. അപ്പൊ മണ്ണ് കൊണ്ടുള്ള കട്ട ഉപയോഗിച്ചാണ് ഈ വീട് പണിതിട്ടുള്ളത്. ക്ലാസിക് മൺബ്രിക്കിന്റെ പ്രൊഡക്റ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. പല രീതിയിൽ ഈ കട്ട കൊണ്ട് ചെയ്ത വീടുകൾ നമ്മൾ കണ്ടു. കേരളത്തിൽ ഒരുപാട് വീടുകൾ കാണാനുണ്ട്. എല്ലാം കൂടെ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഓരോ സ്റ്റൈലാണ് നോക്കിയത്. ഇവിടെ എക്സ്പോസ് ആണ് അല്ലേ? എക്സ്പോസ് ഉണ്ട്. 2 രീതിയിൽ ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് സഫീർ സാറിന്റെ വീടാണ്. ഏകദേശം 3000 ചില്ലാനം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്. ഈ വീട് എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റർ ചെയ്തും വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ക്ലിയർ അടിച്ചാൽ മതി. ആ രീതിയിലാണ് ഇതിന്റെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗി ഉണ്ടാവും. ഫിനിഷ് ചെയ്ത ഇത് കാണാൻ ഒരു ട്രഡീഷണൽ ലുക്കേ കാര്യം. നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ കയറുമ്പോൾ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ പ്ലാസ്റ്റർ ചെയ്യുന്നവരുണ്ട്. അവരായിട്ട് അഭിപ്രായം ചോദിക്കുമ്പോൾ അവരെന്നെ പറയുന്നത് ചെറിയൊരു കനം ഇത് മതി, സിമെന്റ് തിക്നെസ് ചെറിയൊരു പേപ്പർ കനം മതി, ചെറിയൊരു കനം മതി, 2mm 3mm കനം മതി തേപ്പ്. ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക മൺകട്ട ഉപയോഗിച്ച് വീട് പണിതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഗുണങ്ങൾ? മെയിൻ ആയിട്ട് ഇതിന്റെ പ്ലാസ്റ്ററിംഗ് ആണ്. പ്ലാസ്റ്ററിംഗിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. പിന്നെ ഇതിന്റെ പടവില് ഒരു 10 ചെങ്കല് പടുക്കണോടത്ത് ചെങ്കലിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് 10 ചെങ്കല് പടുക്കണോടത്ത് ഒരു 40 പടുക്കാൻ പറ്റും. അതൊരു വലിയൊരു ലാഭം. ഇതിന്റെ ലേബർ കോസ്റ്റ്, അതായത് പണി പെട്ടെന്ന് പരിപാടി അതൊക്കെ ചെറിയൊരു 2mm 3mm കനം മതി. ഇതിന്റെ തേപ്പ് തന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ പ്ലാസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ജിപ്സം പുട്ടി, അതേപോലെ ബിർലന്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഫുൾ 6 ഇഞ്ച്, ഒരേ 6 ഇഞ്ച് ആകുമ്പോ എന്താ വെച്ചാൽ ഇതിന്റെ സ്ട്രെങ്ത് ഒരേ, ഞങ്ങൾ സയന്റിഫിക്കലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ സ്ട്രെങ്ത് ഒരേപോലെയാണ്. കിടത്തി വെക്കുമ്പോൾ നീർത്തി വെക്കുമ്പോൾ ഇതിന്റെ സ്ട്രെങ്ത് ഒരേപോലെയാണ്. അപ്പൊ ഈ വീട് വെച്ചിട്ട് ഇവിടെ ഫുൾ 6 ഇഞ്ചാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ അളവ് അധികം കിട്ടുകയാണ്. ഇതിന്റെ ഉള്ളിലുള്ള സ്ക്വയർ ഫീറ്റ് സ്പേസ് കിട്ടുകയാണ്. സ്ക്വയർ ഫീറ്റ് കൂടും. ടൈൽസിന്റെ സ്ക്വയർ ഫീറ്റ് ഉള്ളളവ് അധികം കിട്ടും. ഓരോ റൂമിലും മിനിമം ഒരു 10 സ്ക്വയർ ഫീറ്റ് അധികം ലഭിക്കും. അതാണ് മെയിൻ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ലാഭം, ക്ലയന്റിന് കിട്ടാൻ പോകുന്ന ലാഭം. ഇങ്ങനെ വെക്കുമ്പോ നമുക്ക് എണ്ണം കുറച്ച് കൊടുത്താലും മതി. ചെങ്കലിൽ എത്ര എണ്ണം അതേ സെയിം എണ്ണം, കാരണം നീളും ഉയരും സെയിം ആണ്. ഇനി കിടത്തി വെക്കുമ്പോ ഒരു 3 പേര് അധികം വരും, അത്രേ ഉള്ളൂ. വേറെ നമുക്ക് എങ്ങനെ നോക്കിയാലും ക്ലയന്റ് ആളുകൾക്ക് ലാഭമാണ്. പിന്നെ അതിനൊക്കെ അപ്പുറം നമ്മൾ ഒരു ചെങ്കല് വാങ്ങാൻ പോകുമ്പോൾ ഉള്ള റേറ്റ് അല്ലെങ്കിൽ AC ബ്ലോക്ക് വാങ്ങാൻ പോകുന്ന റേറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറവാണ്. ഇനിയിപ്പോൾ ആൾക്കാർക്ക് സംശയം ഇതിനുണ്ടാകുന്ന കുറവുകൾ എന്തുകൊണ്ട് അവർ ഈ കട്ട വാങ്ങുന്നില്ല, ഒന്ന് ഉറപ്പ് കുറവാണെന്ന് പറഞ്ഞത് അത് നമ്മൾ പല രീതിയിൽ തെളിയിച്ചു. ഇനിയിപ്പോ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പല രീതിയിൽ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ തന്നെ ഷെയ്ഡിന്റെ ഉള്ളിൽ അത് വരുന്നത് അല്ലേ? പിന്നെ തേക്ക
പിന്നെ നനച്ചാൽ തന്നെ എങ്ങനെയൊക്കെ നനക്കാൻ പറ്റുമോ നമ്മൾ ടെസ്റ്റുകളൊക്കെ ഒരുപാട് ആളുകൾ അഭിപ്രായം ഇപ്പം നമ്മൾ ആരും ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ഇതിന്റെ ആളുകളുടെ അഭിപ്രായം എന്താ. അതിപ്പോ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാവരും ഒരുപാട് സൈറ്റിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ്. നമ്മൾ ഒരുപാട് സൈറ്റുകൾ ഉണ്ട്, എല്ലാം കൂടി ഇപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ ഏകദേശം ഒരു 1000 ചില്ലാനം വീടുകൾ നമ്മളിവിടെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോഴും ഓൺഗോയിങ് സൈറ്റ് ഒരു 100+ പ്രൊജക്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് റിസോർട്ടുകളുണ്ട്, വലിയ അപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മളിപ്പോ 14,000 സ്ക്വയർ ഫീറ്റ് വീട് കണ്ടോ, അത് മുതൽ നമുക്ക് 450 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകളുണ്ട്. അത് ഇന്റർലോക്കിലും ഉണ്ട്, എംബ്രിക്കിലും ഉണ്ട്. പിന്നെ ഇതിന്റെ എനിക്ക് നമ്മളെ ആളുകളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്, നമ്മളെ ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് എംബ്രിക്ക് പല ടൈപ്പ് ഇപ്പൊ മാർക്കറ്റിലുണ്ട്. കട്ട നിങ്ങൾക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. ആരും ഇതിന്റെ കറക്റ്റ് സിമെന്റും കറക്റ്റ് ഫോളോ അപ്പിൽ ഇതിൽ ചെയ്യുന്നില്ല. പ്രൊഫഷണൽ ആയിട്ട് ഇതൊരു ക്വാളിറ്റി മാനേജ് ചെയ്തിട്ട് നമ്മളിത് ക്വാളിറ്റി മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ അത്രയും കട്ട സ്ട്രോങ് കട്ടിങ് ഫിനിഷിംഗ് ഉള്ള ചെങ്കൽ യൂസ് ചെയ്തിട്ടുള്ള നല്ല ബ്രിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ കട്ട ചൂസ് ചെയ്യണമെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്തോ കാര്യങ്ങളോ ടെസ്റ്റ് റിസൾട്ടോ ഒക്കെ എടുത്തിട്ട് വേണം കട്ട ചൂസ് ചെയ്യാന്നാണെന്നുള്ള പറഞ്ഞത്. അതിൽ നമ്മളെ ബ്രിക്ക് നമ്മൾ സക്സസ് ആണ്. ധൈര്യമായിട്ട് വീട് 6 ഇഞ്ച് വീതിയിലും കെട്ടാം, 8 ഇഞ്ച് വീതിയിലും കെട്ടാം. പിന്നെ ഇന്റർലോക്ക് 8 ഇഞ്ച് വീതിന്റെ 6 ഇഞ്ച് ഏത് രീതിയിലും കെട്ടാം. അതിനുള്ള എല്ലാ അതും ഞങ്ങളെ ഗ്യാരണ്ടി. ഓക്കെ, നിങ്ങൾ ഗ്യാരണ്ടി ആണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലുള്ള കട്ടകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാത്തിനും സാമ്പിൾ വാങ്ങിക്കോളി, ചെക്ക് ചെയ്തോട്ടെ. എന്നിട്ട് അതിനുശേഷം തീരുമാനം എടുക്കുക. അപ്പോൾ താങ്ക് യു. വീടുകൾ കയറി ഇറങ്ങുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഇത് മതി. ഓക്കെ താങ്ക് യു.